അച്ഛാ, അച്ഛന്റെ ഒത്തിരി ടാലന്റ്സ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ട്. അച്ഛന് നല്ലൊരു കാലിസ്തനിക്സ് ആണ്. അച്ഛൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിട്ട് കേട്ടിട്ടുണ്ട്. അച്ഛൻ ഇപ്പം നമ്മുടെ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റി, റോഹയിലെ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയിൽ അച്ഛൻ ഒരു മഡ് ഹൗസ് ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലായി. അച്ഛൻ ഇതിന് ഇൻസ്പിറേഷൻ, അച്ഛൻ ആരാ ഇതിനെ ഇൻസ്പയർ ചെയ്ത്, അച്ഛൻ എങ്ങനെ ഇത് പഠിച്ച്, അച്ഛൻ ഇതിന്റെ നേരത്തെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയായിരുന്നു എന്ന് അച്ഛൻ പറയാൻ പറ്റുമോ? ഞാൻ 2012 നേപ്പാളിൽ പോയ സമയത്ത് അവിടെ ഈ നേപ്പാളിലെ ട്രൈബൽ പീപ്പിളിന്റെ അവരുടെ മൺവീടുകൾക്ക് പരിസരം അവരുടെ ഒരു വലിയ വില്ലേജാണ്. ആ വലിയ വില്ലേജിനകത്ത് എല്ലാ വീടിന്റെയും മുറ്റം അടുത്ത മുറ്റത്തോട് ചേർന്നിരിക്കും. വീടുകൾ അങ്ങനെ കണക്റ്റഡ് ആണ്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയ, ഫുൾ നീറ്റ് ആയിട്ടുള്ള ഏരിയ, മൺവീടിന്റെ മുറ്റം. അപ്പോൾ ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന വീടുകൾ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പോലും ഇല്ല. അങ്ങനെ ആ ഒരു ബോധം ഇങ്ങനെ മനസ്സിൽ കിടന്നു. വീണ്ടും അത് പണിയണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കുന്നുംകുളത്ത് ഒരു മൺവീടും ഒരു കെയ്വും ഉണ്ടാക്കി, ഒരു ഗുഹ. കുന്നുംകുളം മുനിയറകളുടെ നാടെന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഗുഹയുണ്ടാക്കി. അതിന് ശേഷമാണ് കുരുലസിരുവേര് പറഞ്ഞിട്ട് ഇപ്പൊ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയിൽ കൊങ്കൺ റെയിൽവേയുടെ ഓപ്പോസിറ്റ് ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയുടെ സ്ഥലത്ത് ഒരു മൺവീടിന്റെ സ്ട്രക്ചർ പണിത് കഴിഞ്ഞു. ഇനി അതിന്റെ മോൾഡിങ് മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്ക് സ്ട്രക്ചർ ഇനി ഫിനിഷ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഒരു പോളിഷിംഗ് വർക്കും കൂടി ഉള്ളൂ. എന്തായാലും മൺവീടുകൾ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു നൊസ്റ്റാൾജിയ തരുന്ന അനുഭവമാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പോയി കാണണം. അച്ഛൻ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അച്ഛനിപ്പോ പഠിച്ചോണ്ടിരിക്കുക, ഈ ഡിഗ്രി ഇപ്പം ചെയ്തോണ്ടിരിക്കുക, അതിന്റെ കൂടെ ഇപ്പൊ എങ്ങനെ സമയം കിട്ടുന്നത്? ഇതിന്റെ കൂടെ ഇതില് മാനേജ് ചെയ്യുന്നത്? ഞായറാഴ്ചകളിലും ഒക്കെ പോകാൻ പെർമിഷൻ ഉണ്ട്. അപ്പം വെള്ളിയാഴ്ച വൈകിട്ട് പോകും, ക്ലാസ് കഴിഞ്ഞിട്ട് പോകും. ഞായറാഴ്ച അവിടെ കുർബാന ചൊല്ലും. അതിനിടയിലുള്ള സമയത്ത് ഞാനതിൽ നമ്മളത് സൂപ്പർവൈസ് ചെയ്താൽ മതി. അവിടെ പണിയാൻ ആൾക്കാരുണ്ട്. അപ്പൊ മണ്ണ് കുഴച്ച് ഉരുട്ടി ഉരുളുകളാക്കി ഇങ്ങനെ വെച്ച് മുകളിലേക്ക് എത്തിച്ചിട്ടാണ് അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. നമുക്ക് കാണാം, അത് പണിയുമ്പോൾ തന്നെ കാണാം. ഇങ്ങനെ ഉരുണ്ടിരുന്ന് മൊത്തം ഉരുളകളാണ്, മണ്ണിന്റെ ഉരുളകൾ കൊണ്ടുണ്ടാക്കിയ വീടാണ് ആ മൺവീട്. അച്ഛാ, now next question. Yes. അച്ഛൻ ഒരു വെരി പ്രൊഫഷണൽ ഒരു ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അച്ഛന്റെ ഫോട്ടോഗ്രാഫി സ്കിൽസിനെ പറ്റി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അച്ഛന്റെ ഒത്തിരി ക്യാമറസിന്റെ ശേഖരകൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം അച്ഛൻ ഈ ഫോട്ടോഗ്രാഫിയിലോട്ട് എങ്ങനെയാ വന്നത്? അച്ഛന്റെ ഇപ്പം കറന്റ് എന്തൊക്കെയായിരുന്നു ഇപ്പോഴത്തെ അച്ചീവ്മെന്റ്സ്? അച്ഛൻ ഇപ്പം ഒരു നാഷണൽ ജോഗ്രഫിക് ചാനലിന് വേണ്ടി അച്ഛൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ അച്ഛന്റെ അതിന്റെ ജേർണിനെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പൊ പപ്പായൊക്കെ പറയും, എന്റെ പടമല്ല കിട്ടിയത്, പുറകിരിക്കുന്ന മരത്തിന്റെ പടമാണ് കൂടുതൽ കിട്ടിയതെന്ന് പറയായിരുന്നു. അപ്പൊ അന്ന് മുതല് ഇങ്ങനെ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള കണ്ണൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് യാഷിക എന്ന് പറയുന്ന ഒരു ക്യാമറ ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. ഫോട്ടോ എടുക്കണം, ഇങ്ങനെ കറക്കണം, എന്നിട്ട് അടുത്ത ഫിലിം വരുമ്പം വീണ്ടും അടുത്ത ഫോട്ടോ എടുക്കും, അങ്ങനെയായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പൊ ഡിജിറ്റൽ ഫ്രൈസിലേക്ക് വന്നു. ഈ ഫോട്ടോ എടുക്കുന്നതിന് അത്രയും റിസ്ക് ഇല്ലാത്ത കാലമാണ്. എങ്കിലും ഞാൻ മാനുവലി ഫോട്ടോ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ കയ്യിൽ കാനോണിന്റെയും നിക്കോണിന്റെയും സോണിയുടെയും ഏറ്റവും ടോപ്പ് ക്യാമറകളുണ്ട്. പിന്നെ 1000 mm സൂമിങ് കിട്ടുന്ന ഒരു ഫിജിറ്റ്സുവിന്റെ ക്യാമറയുണ്ട്. അത് ഇൻസ്റ്റാ 360 ഉണ്ട്. അങ്ങനെ ക്യാമറകൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഞാൻ കാശ് കൊടുത്തു വാങ്ങിച്ചല്ല, എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ലെൻസ് ഉണ്ട്, അത് 800 mm എന്ന് പറയും. ആ ക്യാമറയും ലെൻസും കൂടി 11.5 കിലോ വെയിറ്റ് ഉണ്ട്. ഞാൻ അതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കും. അത് അങ്ങനെ ഫോട്ടോ എടുക്കൽ എളുപ്പമല്ല. പക്ഷെ അത് ഒരാവേശം കൊണ്ട്, എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും. അതാണ്. പക്ഷെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നതിനെ കാത്തിരുന്ന് ഫോട്ടോ എടുക്കുമ്പോഴാണ് ഫോട്ടോഗ്രാഫിയുടെ സുഖം നമുക്കറിയാൻ പറ്റുക. എത്രയോ സീക്വൻസുകളും നഷ്ടപ്പെടുമ്പോഴാണ് ഒരു ഫോട്ടോ നമുക്ക് കിട്ടുന്നത് അറിയാം. അങ്ങനെ ഒരുപാട് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഫോട്ടോ അതിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ നാഷണൽ ജോഗ്രഫിക്ക് കൊടുത്തതിന് എനിക്ക് 2.5 ലക്ഷം രൂപ കിട്ടി. അതിനൊരു ക്ലാപ്പ് എന്തായാലും വേണം. Acha, now the next question is... Last and final question. ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ അച്ഛൻ ഒരു വലിയൊരു റോൾ മോഡൽ ആയിട്ട് തീർന്നിരിക്കുകയാണ്. അച്ഛന്റെ ഫിറ്റ്നസ്, ഈ അച്ഛന്റെ ഫീൽഡിൽ നമ്മൾ ആരും നോക്കിയിട്ടില്ല ഒരാൾ ഇത്രയും ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അച്ഛന്റെ തൊട്ട് ഇങ്ങനെ ഡയറ്റും ഹെൽത്തും എല്ലാം നോക്കുന്നത്, സാത്മ ഹോബീസും കൂടെ കൊണ്ടുപോകുന്നത്, അത് ഭയങ്കര ഒരു വലിയൊരു ഇൻസ്പിറേഷനാണ്. അച്ഛന്
എങ്ങനെ ഇപ്പം ഞങ്ങളുടെ ഒരു എൻജോസിസമിലെ ഒരു കൊച്ചിന് അച്ഛന്റെ തൊട്ട് നമ്മൾ ആലോചിക്കുന്ന ഇപ്പൊ അച്ചപ്പട്ടത്തിന് പോയാൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിന്റെ മുന്നോട്ട് നമുക്ക് ഇത് അച്ചപ്പട്ടം, ദൈവം, പ്രാർത്ഥന, ഇത്രയേ ഉള്ളൂ, ഇതാണ് ജീവിതം. പക്ഷെ അച്ഛൻ അതിന് എല്ലാവരിനും ഒരു പുതിയൊരു ഇൻസ്പിറേഷൻ കൊടുത്ത് ഒരു പുതിയൊരു ഡെഫിനേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് അച്ഛൻ ഇതിന്. സോ ഹൗ ഇസ് ലൈക്ക് വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ ന്യൂ എൻജിയോസിസം സ്റ്റുഡൻസ്? ഇതിനു വേണ്ടി ആർക്ക് അച്ചപ്പട്ടം എടുക്കുന്നോ അവർക്ക് വേണ്ടി അച്ഛനൊരു അവർക്ക് വേണ്ടി ഒരു അഡ്വൈസ്? ഞാൻ പറയുന്നത് അച്ഛൻ പട്ടം എടുക്കുന്നുള്ളതിനേക്കാൾ നമ്മള് യങ്സ്റ്റേഴ്സ് ആണ്, നിങ്ങളെല്ലാം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്ത് ജോലി ചെയ്യണമെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം. ഇഷ്ടമുള്ള ജോലി ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് ജീവിത സന്തോഷമാകുന്നത്. അല്ലാതെ ഇഷ്ടമില്ലാത്ത ജോലി കിട്ടുകയും ഇഷ്ടമില്ലാതെ അത് ചെയ്യുകയും ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിച്ച് ജീവിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുക, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക, ആ ചെയ്യുന്നത് വെരി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യണം. എന്നിട്ട് അങ്ങനെ ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് നമ്മുടെ ഹോബികൾ കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മളാണ് തീരുമാനിക്കുക. ഇതിന് സമയം കണ്ടുപിടിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പറയും അതിന് സമയം കിട്ടുന്നില്ല എന്ന്. സമയം കിട്ടാഴികയല്ല, സമയം നമ്മൾ കണ്ടുപിടിക്കാത്തതാണ്. അതിന് ഇപ്പൊ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിക്കും, എന്നിട്ട് അയ്യോ സമയം കിട്ടാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയും. അങ്ങനെയല്ല, നമ്മൾ അതിൽ ഒരു സമയം കണ്ടുപിടിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ. ഇപ്പൊ രാവിലെ കുറച്ചു നേരം കളിക്കുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് കളിക്കാൻ, ഷട്ടിൽ കളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമ്മളിരിക്കും, ഇറങ്ങാതിരിക്കും, ചെയ്യില്ല. കാരണം നമ്മുടെ ആ മടി വിട്ടുമാറുണ്ട്. മടിയില്ലെങ്കിൽ കാര്യം ഓക്കെയാണ്. എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അത് ഫിസിക്കൽ ഫിറ്റ്നസും ആവശ്യമാണ്, മെന്റൽ സ്ട്രാറ്റജിയും നോർമൽ ആയിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവുകയാണ്. സന്തോഷിപ്പിന്ന് പൗലോസ് പറഞ്ഞതുകൊണ്ടാണ് എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവണം. നെഗറ്റീവ് വേണ്ട. എന്തിനെ കുറിച്ച് നെഗറ്റീവ് ആലോചിക്കുന്നത്? നമുക്ക് ആദ്യം പ്രയം വരുന്നത് ഇങ്ങനെ ചെയ്താൽ അവനെന്ത് വിചാരിക്കും, അങ്ങനെ ചെയ്താൽ അയാളെന്ത് വിചാരിക്കും, ഇങ്ങനെ ചെയ്താൽ അതായിരിക്കും നെഗറ്റീവ് വരാൻ പോകുന്നത്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ വാട്ട് വി വുഡ് ഹാവ് ടു ഡു, വി മസ്റ്റ് ഹാവ് ടു ഡു ദാറ്റ്. അതിന്റെ ഇഫക്റ്റ് ഇല്ല ആഫ്റ്ററാണ്. നമ്മൾ ചെയ്യാതിരുന്നിട്ട് പിന്നെ അങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചറിനെ അങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാലല്ലേ അതിന്റെ എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷെ നമ്മൾ മിക്കവാറും അതിന് നമ്മൾ വരാൻ വേണ്ടി നമ്മൾ ഈ കാര്യം ചെയ്യില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു ആക്ട് ചെയ്യാതിരിക്കും. മറ്റുള്ളവർ കുറ്റം പറഞ്ഞാലോ, മറ്റുള്ളവർ കളിയാക്കിയാലോ, ഞാനിപ്പം ഈ സൊസൈറ്റിയിൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെ നെഗറ്റീവിന്റെ ആവശ്യമില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് നല്ലതിനു വേണ്ടി ആഗ്രഹിക്കണം. ആദ്യം നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്, സൊസൈറ്റിക്ക് നല്ലത്, നമ്മുടെ ഗ്രൂപ്പിന് നല്ലത്, നമ്മുടെ കുടുംബത്തിന് നല്ലത്. ആ നല്ലതിനെ ആഗ്രഹിച്ചാൽ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നല്ലത് വന്നുകൊണ്ടിരിക്കും. അച്ഛൻ അന്നേരം എങ്ങനെയാ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത്? ലൈക്ക് നല്ല റഷ് ഉണ്ടാവും. നല്ല റഷിന്റെ ഇടയ്ക്കും ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. 3 മണിക്കൂർ പഠിക്കേണ്ട ഒരു സമയം ഫുൾ ടൈം നമുക്ക് അങ്ങനെ അറ്റൻഷൻ കിട്ടില്ല. അപ്പൊ ഞാനൊരു 10 മിനിറ്റ് എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കും. വർക്കൗട്ട് ചെയ്യും. ഒരു 30 പുഷപ്പ്, 20 ക്രഞ്ചസ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും പഠിക്കാനിരിക്കും. അന്നേരമാണ് റൂബിക്സ് ക്യൂബ് എടുത്തിട്ട് അത് 2 തിരിച്ച് അത് ശരിയാക്കും. എന്നിട്ട് അത് കഴിയുമ്പം ഒരു 2 വാക്ക് എഴുതിയേക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എഴുതാം. ഫുൾ ടൈം നമുക്ക് ഒരെണ്ണത്തിൽ അറ്റൻഷൻ നിൽക്കില്ല. മാക്സിമം 40 മിനിറ്റ് ആണ് നമുക്ക് ഒരു കാര്യത്തിൽ അറ്റൻഷൻ നിൽക്കുക. അത് ഫ്രാക്ഷൻ ഉണ്ടായി. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ കല്യാൺ ദേവാലയത്തിലെ, ഓർത്തഡോക്സ് ദേവാലയത്തിലെ യുവജന പ്രസ്ഥാന അംഗങ്ങള് ഒരു കേക്ക് വിതരണം നടത്തുന്നതിന്റെ കൂപ്പൺ വിതരണത്തിലേക്കാണ്. ഇവിടെ ഒരു കേക്കിന് 300 രൂപ വെച്ചിട്ടാണ് ഇവര് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ക്രിസ്തുമസിന് എല്ലാ വീട്ടിലും കേക്ക് എത്തിക്കുക, കേക്കില്ലാത്ത ഒരു വീട് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. കോംബോ പായ്ക്കായിട്ട് ഇവര് 2 കേക്ക് കൊടുക്കുന്നുണ്ട് 550 രൂപയ്ക്ക്. അതിന്റെ കൂപ്പണുകളും ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ വീടുകളിലേക്കും മധുരം എത്തിക്കുക, അതുപോലെ യുവജനങ്ങളുടെ ഹൃദയപൂർവ്വമായ സന്തോഷവും എത്തിക്കുക എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവരിപ്പോ പ്രചരിപ്പിക്കുന്നത്. കേക്ക് ക്രിസ്തുമസിന്റെ ഒഴിവാക്കാനാവാത്ത ഒരു വിഭവമാണെന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാവരും ചേർന്ന് ആഘോഷപൂർവ്വം ഈ കേക്ക് വിതരണത്തിലേക്ക് കൂട്ടിച്ചേരണം. അതിന് ഇവർക്ക് കൈപിടിച്ച് നടത്തണം. കാരണം ഇതിന്റെ വരുമാനം ഇവരുപയോഗിക്കുന്നത് കുറച്ച് നല്ല പ്രവർത്തനങ്ങൾക്കാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കേക്ക് വിതരണം
യുവജന പ്രസ്ഥാനങ്ങളിലൂടെ മനോഹരമായി വിജയിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഏയ്